ഹലോ, അസ്സാം വലൈക്കും. ഇഷ്വാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അസ്സാം വലൈക്കും. അപ്പം ഇന്നൊരു കല്യാണത്തിന് പോണ വീഡിയോ ആണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് ആകെ റോഡൊക്കെ അളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വൃത്തിയൊന്നുമില്ല. അപ്പോൾ ഇതാ 9 മണിക്കാട്ടോ കല്യാണം തുടങ്ങുക. നമ്മളൊക്കെ നാട്ടിൽ ഇവിടെ പകലല്ലേ കല്യാണം, ഇവിടെ രാത്രിയാണ് കേട്ടോ കല്യാണം. ഇതായിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി വന്നു കഴിഞ്ഞാലുള്ള മാർക്കറ്റാണിത്. അപ്പോൾ ഇതാ ഓട്ടോയിലൊക്കെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ റൂമിൻ്റെ അവിടുന്ന് കുറച്ച് 8 കിലോമീറ്ററൊക്കെ പോകണം കേട്ടോ. താനി റോഡ്, ഡേവിസ് റോഡ് അങ്ങനെയാണ് കേട്ടോ അവിടെ പറയുക. അങ്ങോട്ടാണ് കേട്ടോ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ പോയാൽ മതി. അപ്പോൾ നമ്മൾ എത്താറായി തുടങ്ങി കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ. അപ്പോൾ ഇതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ പേര് ആദമ ഹൗസ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഞങ്ങളെ കൂടെ കുറച്ച് ആൾ കൂടെ വരാണ്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വണ്ടി ഇതാ വന്ന് നിൽക്കണ കണ്ടത് കേട്ടോ. അപ്പോൾ അവരുടെ എൻട്രിയാണ്. 9 മണിക്ക് 9:30 ആയിക്കൊണ്ടിട്ട് ചെക്കനും പെണ്ണും വന്നപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് പിരിയേണ്ട സമയം ഇവിടെ കല്യാണം തുടങ്ങണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരു വണ്ടിയിലൊക്കെ ഇതാ പൂത്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഒരു വണ്ടി ഫ്രണ്ടിലോട്ട് എടുപ്പിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വണ്ടി അതാ ഓഡിറ്റോറിയത്തിൽ ഫ്രണ്ടിലെത്തിയിട്ട് അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെക്കൻ അതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ പെണ്ണും ചെക്കനും വരുമ്പോൾ എല്ലാവരും കൂടിയും കൊണ്ട് നിൽക്കുന്നത് തന്നെ കേട്ടോ. നമ്മളെ നാട്ടിൽ ഇതുപോലെ തന്നെയല്ലേ ചെക്കനും പെണ്ണും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണാം ഫുള്ള് ഒരു കൂടുതലായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും അതാ പെണ്ണ് ഇറങ്ങണുണ്ട് കേട്ടോ. പെണ്ണിൻ്റെ മുഖത്തൊരു ഷാളും കൊണ്ടൊരു തട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടാട്ടോ മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെക്കനും പെണ്ണും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ ഡ്രസ്സ് എന്തോ വണ്ടിയിൽ കുടുങ്ങിയതുകൊണ്ട് അതൊന്ന് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവരും കൂടി നിന്നിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ വീഡിയോ. അങ്ങനെ കിട്ടുന്ന ഒരു വീഡിയോയിൽ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെക്കനും പെണ്ണും മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ അവരെ കയ്യിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ പൂത്തിരിയുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും അത് കത്തിച്ച് ഇപ്പോൾ അങ്ങനെ നിന്ന് കുറച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്കൊക്കെ കയറുകയാണ്. അപ്പോൾ അവർ ഉള്ളിൽ കയറിയ കാരണം ഞങ്ങൾക്ക് അത് ബാക്കിലോട്ടോ കയറാൻ പറ്റുള്ളൂ. ഞങ്ങളെ കൂടെ കാത്തു നിന്നവരൊരു ഉള്ളിൽ ഞങ്ങളുള്ളിലാന്ന് വിചാരിച്ച് അവരുള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കയറി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ. അപ്പം അവിടേക്ക് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ അവർ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കത്തലൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവരെ ബന്ധുക്കളും കൂടെ ഉള്ളിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കയറിപ്പോയിട്ടോ. പെണ്ണുതാ ഈ സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാളും സ്റ്റേജിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഗ്ലാസ്സാണ് കേട്ടോ. നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫുൾ മേൽഭാഗം മൊത്തം ഗ്ലാസ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഹാങ്ങിങ് ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നേരിട്ട് കാണുമ്പോൾ അത് നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ നല്ല അടിപൊളി ഒരു ഓഡിറ്റോറിയമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അവരെല്ലാവരും കൂടെ അവരുടെ ഫാമിലിയാണ് തോന്നുന്നു കേട്ടോ, എല്ലാവരും കൂടെ കയറിയിട്ട് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഞങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഭാഗം വേറെ സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ, ആ ഭാഗത്താണ് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനിയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. വെറ്റില, പാക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് ഇവിടെയാണ് കേട്ടോ പെണ്ണുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ പെണ്ണുങ്ങൾ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ പോയിരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുട്ടികളും ഞാനും താഴത്തെ താത്തണ്ട് പറഞ്ഞില്ല, അവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടെ ഉണ്ട് പോണത് അങ്ങോട്ട്. ഞങ്ങൾ രണ്ടാളും ഏതായാലും അവിടെ പോയി ഇരുന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ സ്റ്റേജ്, അവിടെയും കൂടെയാണ് പെണ്ണിനെ കൊടുന്ന് ഇരുത്തുക കേട്ടോ. ഇനി അവിടുന്ന് ആണുങ്ങൾ ഇരിക്കണ ഭാഗത്തുനിന്ന് കൊടുന്നിട്ട് പെണ്ണുങ്ങളിരിക്കണ ഭാഗത്തേക്ക് കൊടുന്നാക്കും കേട്ടോ. അപ്പോൾ അതാണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുള്ള് ഇതിൻ്റെ ചുമരിൻ്റെ ഭാഗത്ത് കൂടി മിററാണ് കേട്ടോ. അതൊക്കെ ഫുള്ളായിട്ട് മിറർ വർക്കാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ. ഹാങ്ങിങ് ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ലേഡീസുകൾ കുറേ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെണ്ണിനെയും കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ പെണ്ണിനെയും കൊണ്ട് അവർ വരുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് കല്യാണ പെണ്ണ് എന്നുള്ള സംശയം ഉണ്ടാവും എല്ലാവരും. അപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് കേട്ടോ കല്യാണ പെണ്ണ്. അപ്പോൾ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സിങ്ങിലാണ് കേട്ടോ ഇവിടെ. കല്യാണ പെണ്ണ് ഏതാണെന്ന് തിരിച്ചറിയില്ല, അതേപോലെ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടാവുക. അതിലത്തെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഡ്രസ്സിങ്ങാണ് കേട്ടോ. നല്ല കല്ല് വർക്കും നല്ല സ്റ്റോണിൻ്റെ ഫുൾ വർക്കുള്ള ഡ്രസ്സുകളാട്ടോ ഇവിടെയുള്ള എല്ലാവരും ഇടുക. അപ്പോൾ ഇതിൽ കണ്ട ഈ 3 എണ്ണത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് ഏതാ കല്യാണ പെണ്ണ് എന്നുള്ള സംശയമാവില്ലേ. അപ്പോൾ നടുവിലുള്ളതായിരുന്നു കല്യാണ പെണ്ണ് കേട്ടോ. അപ്പോൾ ആ പെണ്ണിനെ കൊണ്ട് സ്റ്റേജിൽ നിന്ന് ഇരുത്തുകയാണ്. അപ്പോൾ അങ്ങനെ അവരങ്ങനെ സ്റ്റേജിന്മേക്ക് ഇരുന്നു കേട്ടോ. കല്യാണ പെണ്ണ് അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ എന്തൊക്കെ രീതികളൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. പെണ്ണുങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്, ഏരിയയാണ് കേട്ടോ അതൊക്കെ. അതാ ഫ്രണ്ടിലിരിക്കുന്ന പെൺകുട്ടികൾ നല്ല സംസാരമായിരുന്നു കേട്ടോ. നല്ല ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. കുറേയൊക്കെ മനസ്സിലായി കേട്ടോ. കുറേയൊന്നും മനസ്സിലായില്ല, എന്നാലും കുറേയൊക്കെ അവരോട് മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അതാ ഇവിടെയാണ് കേട്ടോ ലേഡീസിൻ്റെ സ്ഥലം. ഇതിൻ്റെ അപ്പുറത്താണ് ആണുങ്ങൾ ഇരിക്കണത് കേട്ടോ. അതൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് കേട്ടോ. ആണുങ്ങൾ സെപ്പറേറ്റ്, പെണ്ണുങ്ങൾ സെപ്പറേറ്റ് ആണ്. രണ്ടും വേറെ വേറെ തന്നെയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ ആ കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് പോപ്കോൺ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വാങ്ങുകയാണ് കേട്ടോ അവിടെ പോയിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ടേബിൾ ഫുഡൊക്കെ വന്നു കേട്ടോ. ആദ്യം വന്നത് സേമിയ, പിന്നെ പൊറോട്ടയാണ്, പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ആദ്യം വന്നത്. പിന്നെ അത് കഴിഞ്ഞതിനേക്കും മട്ടൻ ബിരിയാണി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ബിരിയാണി എടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടായിരുന്നു, അതുപോലെ പിക്കിൾ കബാബ്, പിന്നെ ഷീക്ക് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ മിഠ, നമ്മുടെ നാട്ടിൽ പായസം ഉണ്ടാക്കുന്നതിന് പകരം അവർ മധുരമായിട്ട് കൊടുക്കുന്നത് മിഠയാണ് കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മട്ടൻ ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. റോസ്റ്റഡ് ചിക്കനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഞങ്ങളവിടെ നിന്ന് പോപ്കോണൊക്കെ വാങ്ങി. എന്നിട്ട് ഐഷുവിന് പഞ്ഞിമിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ അവിടെ അങ്ങനെ കുറേ പെപ്സി അങ്ങനത്തെ കുറേ കുപ്പി വെള്ളങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വാങ്ങിയില്ല, അവർ കുട്ടികൾക്കൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. അതവിടെ ഐസ്ക്രീം മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതൊരു കേക്ക് പോലത്തെ ഒരു ഐസ്ക്രീമാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചപ്പോൾ ഒക്കെ എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അത് വാങ്ങാൻ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഓരോന്ന് വാങ്ങി കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാനും വാങ്ങിച്ചു വന്ന്. അതായത് ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫുള്ളായി കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതും നമ്മളൊരു പ്ലേറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇട്ട് വന്നു കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ തണ്ണിമത്തനുണ്ട്, കറുകത്ത് പപ്പായ കേട്ടോ, പിന്നെ നമ്മുടെ ആപ്പിളുണ്ട് കേട്ടോ, പച്ച ആപ്പിളുണ്ട്. അങ്ങനെ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നാൽ കേട്ടോ വണ്ടി നമുക്ക് നമ്മളെ ശിവാജി നഗർക്കുള്ള വണ്ടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ മുന്നിൽ. അവിടെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി കത്തുമ്പോൾ അടുത്തൊരു
ചെരുപ്പ് കട ഉണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പിനൊക്കെ നല്ല റേറ്റ് കമ്മിയാണ്. 199, 200 കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വരുമ്പോൾ. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് ശിവാജി നഗർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ബാംഗ്ലൂർ ശിവാജി നഗറിലെത്തിയിട്ട് അവിടെ അതൊരു കല്യാണ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും കല്യാണമൊക്കെ ഉണ്ട് തോന്നണു. അപ്പോൾ ഞങ്ങളങ്ങനെ ശിവാജി നഗർ എത്തിയിട്ട് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഫുഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഫുഡിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പുറം 2 ഭാഗത്തും ഫുഡിൻ്റെ ഹോട്ടലുകൾ അങ്ങനെ ചെറിയ കടകളൊക്കെ ആയിട്ടാണ് കേട്ടോ. അവിടെ ഫുള്ള് ഷീക്ക്, ഫാല് അങ്ങനെ ബാംഗ്ലൂരിലുള്ള ഫുഡുകളാണ് കേട്ടോ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിതാ അവിടെ ചൗക്കിലൊക്കെ വന്നിറങ്ങി റൂമിലെത്തിയിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.